നെക്സ്റ്റ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനകത്തുള്ള ലെസ്ലി മാർമൺ സിൽക്കോയുടെ ടൊയോഷ് ലഗ്യൂണ കെയോട്ടി സ്റ്റോറിയുടെ ആ ഒരു പോവമാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബയോഗ്രഫി ഓഫ് ലെസ്ലി മാർമൺ സിൽക്കോ ആൻഡ് ഹെർ റൈറ്റിംഗ് സ്റ്റൈൽ. അപ്പോൾ അവരൊരു നേറ്റീവ് അമേരിക്കൻ റൈറ്ററാണ്. ന്യൂ മെക്സിക്കോയിലാണ് അവർ ജനിച്ചത്. ആൻഡ് എന്താ പറയുക, നേറ്റീവ് അമേരിക്കൻ ലിറ്ററേച്ചറിലോട്ട് അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയാണ് അവരൊരു സെലിബ്രേറ്റഡ് റൈറ്റർ ആയത്. അതായത് ട്രഡീഷണൽ ഓറൽ സ്റ്റോറി ടെല്ലിങ്ങും പ്ലസ് കണ്ടംപററി ഇഷ്യൂസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവർ എഴുതുന്നത്. അവരുടെ വർക്ക്സിനകത്തുള്ളത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുണ്ട്, കമ്മ്യൂണിറ്റിയെക്കുറിച്ചുണ്ട്, ആൻഡ് ഹ്യൂമൻ ബീയിങ്സും നേച്ചറും തമ്മിലുള്ള ഇന്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഇനി അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓറൽ ട്രഡീഷൻസും അതുപോലെ തന്നെ മോഡേൺ നെറേറ്റീവ്സും തമ്മിലുള്ള ഒരു മേർജിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബ്ലെൻഡിങ് ആണ് ഇവരുടെ വർക്ക്സിനകത്തുള്ളത്. ഹ്യൂമർ യൂസ് ചെയ്യുന്നുണ്ട്, മിത്ത് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൊളോണിയലിസത്തിനെയും ക്യാപിറ്റലിസത്തിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ വർക്ക്സിനകത്ത് ഇവർ എഴുതി പോകുന്നത്. സോ ഒരു നോൺ ലീനിയർ സ്ട്രക്ചർ ഓഫ് നെറേറ്റീവ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഒരു കോൺവെർസേഷണൽ ടോണിലാണ് ഇവരുടെ വർക്ക്സ് എഴുതി പോകുന്നത്. ആ കോൺവെർസേഷണൽ ടോണിൽ തന്നെ നല്ല ഡീപ്പായിട്ടുള്ള മീനിങ്സ് ഉണ്ട്. നോൺ ലീനിയർ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് അറേഞ്ച്മെൻറ്റ് ലോജിക്കലായിട്ടുള്ള രീതിയിൽ, സോ നോൺ ലീനിയർ രീതിയിലാണ് പക്ഷെ അവർ എഴുതുന്നത്. ഓക്കെ, സോ കുറച്ചും കൂടി നോക്കാനാണെന്നുണ്ടെങ്കിൽ ലെസ്ലി മാർമൺ സിൽക്കോയെ കുറിച്ച്, അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചും കൂടി ഇത് ഇത്രയും കാര്യങ്ങളോടല്ലാതെ കുറച്ചും കൂടി ഒന്ന് നോക്കുക. അതായത് നേറ്റീവ് അമേരിക്കൻ റൈറ്റർ ആണെന്നുള്ള കാര്യവും, നേറ്റീവ് അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഒരു കണ്ടംപററി റൈറ്ററാണ് ഇവർ. ദെൻ ലഗ്യൂണ പിബേലോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവർ വളർന്നത്, ന്യൂ മെക്സിക്കോയിൽ തന്നെ. സോ അവരുടെ കൾച്ചറൽ ഹെറിറ്റേജുമായിട്ട് ഇവർക്ക് എന്താണ് നല്ല രീതിയിലുള്ളൊരു കണക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് ട്രഡീഷണൽ ആയിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും പ്ലസ് മോഡേൺ തീംസും വെച്ചിട്ട് ഇവർ എഴുതുന്നത്. അപ്പോൾ കീ ആസ്പെക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഗീനോ പിബേലോ പീപ്പിളിൻ്റെ ഓറൽ ട്രഡീഷൻസ് അല്ലെങ്കിൽ ഓറൽ സ്റ്റോറീസിനകത്ത് നിന്നാണ് ഇവർക്ക് ഒരുപാട് അതായത് ഇൻസ്പിറേഷൻ കിട്ടി ഇവർ വർക്ക്സ് എഴുതുന്നത്. അപ്പം മിത്തും ലെജൻഡും ഫോക്ലോറും എല്ലാം ഇവർക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലൊരു പോയമാണ് നമുക്ക് പഠിക്കാനുള്ള ടോയിഷ് ലഗ്യൂണ കെയോട്ടി സ്റ്റോറി. അതിനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള കെയോട്ടി സ്റ്റോറീസിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിനകത്ത് മോഡേൺ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രി പോലാണിത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് എഴുതുന്നത്. അതായത് നേറ്റീവ് അമേരിക്കൻ സ്റ്റോറി, ഓറൽ സ്റ്റോറി ടെല്ലിങ്ങിനെ സെലിബ്രേറ്റ് ചെയ്തും പ്രിസർവ് ചെയ്തിട്ടാണ് ഇവർ എഴുതുന്നത്. ഓക്കെ, പിന്നെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും സർവൈവലിനെ കുറിച്ചും എഴുതാറുണ്ട്. അതായത് ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെ സ്ട്രഗിൾസ്, അവരെങ്ങനെയാണ് കൾച്ചറൽ ഐഡൻറ്റിറ്റി പ്രിസർവ് ചെയ്യുന്നത്, കൊളോണിയലിസം വന്നപ്പോഴും മോഡേൺ ചലഞ്ചസ് വന്നപ്പോഴും ഒക്കെ അവരെങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തു ആ സ്ട്രഗിൾസിനെ എല്ലാം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ലാൻഡും പീപ്പിളും ട്രഡീഷൻസും തമ്മിലുള്ള ഇന്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നേറ്റീവ് ഐഡന്റിറ്റിയെ കുറിച്ചാണ് ഇതിനകത്ത് ഇവർ, അതായത് ഇവരുടെ വർക്ക്സിനകത്ത് ഇവർ പറഞ്ഞു പോകുന്നത്. അവരുടെ തന്നെ ഒരു വർക്ക് ഉണ്ട്, സെറിമണി എന്നും പറഞ്ഞ്. അതിനകത്ത് നേറ്റീവ് അമേരിക്കൻ ഒരു വാർ വെറ്ററൻ, അതായത് ഒരു വാറിൽ നിന്ന് റിട്ടയർ ആയ ഒരാൾ, അല്ലെങ്കിൽ വാറിൽ നിന്ന് പിന്നെന്താണ് വോറൊക്കെ കഴിഞ്ഞ് പിന്മാറിയ ഒരാൾ, അല്ലെങ്കിൽ റിട്ടയർ ആയ ഒരാളുടെ ഒരു സ്റ്റോറിയാണ് അതിനകത്ത്. അയാളുടെ ഹീലിംഗ് ജേർണിയെ കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് മിത്തിക്കലായിട്ടുള്ള സ്റ്റോറീസും ഒക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ അവയർനെസ് ആണ്. നേറ്റീവ് പീപ്പിളും നാച്ചുറൽ വേൾഡും തമ്മിലുള്ള, നേച്ചറും തമ്മിലുള്ള ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് സിൽക്കോയുടെ മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, മോഡേൺ എൻവയോൺമെന്റൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചും, പിന്നെന്താണ് ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് നേച്ചറിനെ നശിപ്പിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അൽമനാക് ഓഫ് ദ ഡെഡ് എന്നും പറഞ്ഞൊരു വർക്ക് എഴുതിയിട്ടുണ്ട് അവർ. അതിനകത്ത് ലാൻഡ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചും ഈ ഇൻഡിജീനിയസ് ലാൻഡിൻ്റെ അതായത് ഈ ഭൂമി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച്, അതായത് ഈ ട്രൈബൽ പീപ്പിളിന് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും ബാക്കിയുള്ളവരുടെ അവരുടെ ഭൂമി കയ്യേറ്റം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസും പോയട്രിയും ഫിക്ഷനും ഹിസ്റ്ററിയൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവർ എഴുതുന്നത്. സോ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലല്ല ഈ പുള്ളിക്കാരി എഴുതുന്നത്. മിത്തോളജിക്കൽ സ്റ്റോറി ടെല്ലിങ്, കണ്ടംപററി സെറ്റിങ്സ്, ഇതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരുടെ തന്നെ വർക്കായിട്ടുള്ള സ്റ്റോറി ടെല്ലർ എന്നതിനകത്ത് പോയട്രിയും എസ്സേസും ഫോട്ടോഗ്രാഫ്സും ഷോർട്ട് സ്റ്റോറീസും എല്ലാം കൂടി നേറ്റീവ് ലൈഫിനെ കുറിച്ചുള്ളത് ഉണ്ട്. അതിൻ്റെ മിക്സാണ്. അപ്പോൾ സോഷ്യൽ, പിന്നെ അതുപോലെ തന്നെ കൊളോണിയലിസം, റേസിസം, ക്യാപിറ്റലിസം പോലെയുള്ള കാര്യങ്ങളെ, ഇൻജസ്റ്റിസിനെയൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ നേറ്റീവ് കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ മെനി ഓഫ് സിൽക്കോസ് വർക്കിനകത്ത് ഹ്യൂമർ വരുന്നുണ്ട്. ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു ഫിഗറിലൂടെ ആയിരിക്കും കാണിക്കുന്നത്, അതായത് കെയോട്ടി എന്നുള്ളൊരു ഫിഗറിലൂടെ. അത് ഈ നേറ്റീവ് അമേരിക്കൻ ഫോക്ലോറിലെ ഒരു ട്രിക്സ്റ്റർ ഫിലിമാണ്, ഒരു
ട്രിക്സ്റ്റർ ക്യാരക്ടറാണ് കേട്ടോ, ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ഈ നാടോടി കഥകളിലെ, നേറ്റീവ് അമേരിക്കൻസിൻ്റെ നാടോടി കഥകളിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ കെയോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ കെയോട്ടിയുടെ എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ജോക്കർ പോലെ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ജോക്കർ എന്നല്ല, ഒരു ട്രിക്സ്റ്റർ പോലെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണിത്. അയാളിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരുടെ വർക്ക്സിലൂടെ. ഓക്കെ, ദെൻ നോൺ ലീനിയർ നറേറ്റീവ് സ്റ്റൈലാണ്, ക്രൊണോളജിക്കലായിട്ടുള്ള രീതിയിലല്ല ഇവർ എഴുതുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും മിക്സാണ്, ഇമേജറിയും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കോൺവെർസേഷണൽ ടോണിലാണ് എഴുതുന്നത്, മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇവർ എഴുതുന്നത്. ഓക്കെ, ആ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ് നമുക്ക് ഇതിനകത്ത് കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ജനറൽ സമ്മറി പോലെ പറയാം. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഹ്യൂമർ, ഫോക്ലോർ ആൻഡ് സോഷ്യൽ കമൻ്ററി ആണ്. കയോട്ടി സ്റ്റോറീസിൻ്റെ അല്ലെങ്കിൽ കയോട്ടി എന്നുള്ള ക്യാരക്ടറിലൂടെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. ആ സ്റ്റോറിയിലൂടെയാണ്, അയാളുടെ സ്റ്റോറിയിലൂടെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. കയോട്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ ഈ ഒരു സ്റ്റോറീസ്, കയോട്ടി സ്റ്റോറീസ് എന്ന് പറയുന്നത് നേറ്റീവ് അമേരിക്കൻ ഓറൽ ട്രഡീഷൻസിൽ ഭാഗമായിട്ടുള്ള സ്റ്റോറിയാണ്. കെയോട്ടി എന്ന് പറഞ്ഞൊരു ട്രിക്സ്റ്റർ ഫിഗറാണ്, അതായത് വിറ്റും ഉണ്ട് ഫൂളിഷ്നെസ്സും ഉണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മുടെ ഇവിടുത്തെ കാര്യമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻ തെയ്യം എന്നൊക്കെ പറഞ്ഞൊരു തെയ്യത്തിലൊരു ഇത് വരുന്നുണ്ട്, പൊട്ടൻ തെയ്യം. അപ്പോൾ അതിനകത്ത് അയാൾ ഫൂളിഷുമാണ് അല്ലെങ്കിൽ വിറ്റിയാണെന്നുള്ള രീതിയിൽ ബ്ലെൻഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു ഫോക്ലോറിൽ വരുന്നൊരു ഇതാണ് പൊട്ടൻ തെയ്യം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് കെയോട്ടി എന്ന് പറയുന്നൊരു ട്രിക്സ്റ്റർ ഫിഗർ ഉണ്ട്. അത് വിറ്റും ഉണ്ട്, അയാൾ മൊത്തം ഇൻ്റലിജൻറ്റുമാണ്, അയാൾ ഫുൾ കംപ്ലീറ്റ് ഹാഫ് ഇൻ്റലിജൻറ്റുമാണ്, ഹാഫ് ഫൂളിഷുമാണ് അയാൾ. അപ്പോൾ ഈ ഒരു സിൽക്കോ എന്ത് ചെയ്യുകയാണ്, ഈ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിങ്ങിനെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് സറ്റയർ പോലെ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, ഒരു ആക്ഷേപഹാസ്യം പോലെ അവതരിപ്പിക്കുകയാണ് ഈ ഒരു പോയത്തിലൂടെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ടെല്ലിങ്, അതൊരു കഥ പറയുന്ന പോലെയാണ് ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ ദ വിന്റർ ടൈം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാൻസ ഒരു സ്റ്റോറി ടെല്ലിങ് ട്രഡീഷനെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ. ഓക്കെ, അതിൻ്റെ ഒരു ടോണാണുള്ളത്, സ്റ്റോറി ടെല്ലിങ് ടോണാണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് കെയോട്ടി ഒരു ഫെമിലിയർ ആയിട്ടുള്ള ട്രിക്സ്റ്റർ ഫിഗറിനെ കുറിച്ച് പറയുവാണ്. അയാൾക്ക് അയാളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഫർ കോട്ട് നഷ്ടപ്പെട്ടു ഒരു പോക്കർ ഗെയിമിൽ. ആൻഡ് അയാൾക്ക് ഇപ്പം ആ പോക്കർ ഗെയിം കളിച്ച് എന്താണ് അതിനകത്ത് അയാളുടെ ഫർ കോട്ട് വെച്ച് പണയം വെച്ചിട്ടെങ്ങാണോ ആയിരിക്കും അയാൾ പോക്കർ ഗെയിം കളിച്ചത്. സോ അയാൾക്ക് ആ കോട്ട് നഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് ഇപ്പോൾ കയ്യിലുള്ളതെന്ന് വെച്ചാൽ വളരെ കീറി പറഞ്ഞ പാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. ദെൻ സ്റ്റാൻസ, അപ്പോൾ ഇനി ഈ സ്റ്റാൻസയ്ക്കകത്ത് എന്താ പറയുക, ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോക്കർ ഗെയിം കളിക്കുക, അതൊക്കെയെന്ന് വെച്ചാൽ ഒരു വിൻ്റർ ആക്ടിവിറ്റിയുടെ ഇതാണ് പറയുന്നത് ഫസ്റ്റ് ആൻസയ്ക്കകത്ത്. ഈ വിൻ്റർ ആക്ടിവിറ്റി, അതായത് വിൻ്റർ സമയത്ത് ഈ കമ്മ്യൂണിറ്റി എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഫസ്റ്റ് ആൻസയ്ക്കകത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കെയോട്ടിയുടെ ഈ ട്രബിളൊക്കെ എന്തെങ്കിലും ഉണ്ടായാലും കെയോട്ടി എങ്ങനെയാണ് ഓരോ ട്രബിൾസിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നും അതിന് അയാൾക്കൊരു നാക്ക് ഉണ്ടെന്നും ഒക്കെ ഈ ഒരു ഫസ്റ്റ് ആൻസയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രിക്സ്റ്റർ ഫിഗർ, അതായത് നമ്മുടെ കെയോട്ടി എന്ന് പറയുന്ന ആൾക്ക് പോക്കർ ഗെയിമിൽ കോട്ട് നഷ്ടപ്പെട്ടല്ലോ. സോ അയാളുടെ നേച്ചർ എന്ന് പറയുന്നത് വളരെ കെയർലെസ് അല്ലെങ്കിൽ കുറച്ച് റെക്ലെസ് ആയിട്ടുള്ളൊരു നേച്ചറാണ് ഇയാൾക്ക് ഉള്ളത്. അപ്പോൾ ഇയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നൊരു ആളാണ്. ഇയാളുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു കാര്യം നഷ്ടപ്പെടുന്നു പിന്നൊരെണ്ണം കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മിസ്ഫോർച്യൂൺസ് ഇയാളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ കളവെന്ന് പറയുന്നത് ഇയാളുടെ ലൈഫിൽ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഓക്കെ, അതൊരു സൈക്ലിക്കലായിട്ടുള്ളൊരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. സ്റ്റാൻസ 2-നകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കെയോട്ടിയുടെ അഡ്വഞ്ചറിനെ കുറിച്ച് കുറച്ചുകൂടി ബ്രോഡനായിട്ട് പറയുവാണ്. ഒരുപാട് ലൊക്കേഷൻ, ഒരുപാട് സ്ഥലങ്ങൾ ഇയാൾ പോയിട്ട് ഇയാൾക്ക് പറ്റിയ മിസ്റ്റീഫുകളെ കുറിച്ചൊക്കെ പറയുവാണ്. ആൻഡ് അതായത് കെയോട്ടിയുടെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്രസൻസ് ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെ തന്നെ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് കാണുമല്ലോ. ആ ട്രൈബൽ ഗ്രൂപ്പ്സിലെല്ലാം അവരുടെ നെറേറ്റീവ്സിൽ അല്ലെങ്കിൽ സ്റ്റോറീസിലെല്ലാം ഈ കെയോട്ടിയുടെ വിവിധ, അതായത് പല ടൈപ്പിലുള്ള സ്റ്റോറീസ് ഉണ്ട്. ഇയാൾക്ക് പറ്റിയ അമളികളെ കുറിച്ചുമൊക്കെ ഇതിനകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇയാൾ ചിലപ്പം ചില സിറ്റുവേഷൻസിൽ അതിബുദ്ധി കാണിച്ചു കളയും. സോ അത് തന്നെ ഇയാൾക്ക് ബാക്ക് ഫയർ ചെയ്യും. അതായത് ഭയങ്കര കണ്ണിങ് ആയിട്ട് ഇയാൾ ചില സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് ബിഹേവ് ചെയ്ത് കളയും. പക്ഷെ അത് തന്നെ ഇയാൾക്ക് ബാക്ക് ഫയർ ചെയ്യും. അതാണ് എപ്പോഴും കോമൺ തീമായിട്ട് വരുന്നത് ഈ കെയോട്ടി സ്റ്റോറീസിലെല്ലാം. ദെൻ സ്റ്റാൻസ 3-കകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണ്. കെയോട്ടിയുടെ ഒരു ക്ലെവർനെസ്സിനെ കുറിച്ച് പറയുവാണ്. ഒരു കോൺടെസ്റ്റിൽ എന്താ പറയുക, ഇയാളൊരു സ്നോ സ്റ്റോം വരുന്നൊരു കോൺടെസ്റ്റിൽ സ്നോ സ്റ്റോം ഇങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റിൽ ഇയാൾ ബാക്കിയുള്ളവരെ പറ്റിച്ചൊരു കഥയാണ് സ്റ്റാൻസ 3-കകത്ത് വരുന്നത്. അയാൾ എന്ത് ചെയ്ത് പിന്നെ അയാൾ കിടന്ന് ഉറങ്ങിയ കാര്യം പറയുകയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇടയ്ക്ക്. സോ ഇതിനകത്ത് ഇയാളുടെ കളി, അതായത് ഇയാൾ ഭയങ്കര ഇയാളുടെ ഇൻ്റലിജൻസ് ചതിക്കാൻ വേണ്ടി, അതായത് ബാക്കിയുള്ളവരെ ഫൂളിഷ് ആക്കാൻ വേണ്ടിയും ഡിസീവ് ചെയ്യാൻ വേണ്ടിയും ഇയാളുടെ വിറ്റ്
അല്ലെങ്കിൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. ഓക്കെ, അയാൾ മാത്രമല്ല വളരെ ഓപ്പർച്യൂണിസ്റ്റിക് നേച്ചറാണ്. അതായത് ആ ഒരു അവസരം കിട്ടുമ്പോൾ ഇയാൾ ചാടി വീഴുന്നൊരു ടൈപ്പാണ്. ദെൻ സ്റ്റാൻസെക് 4 പറയുന്നതെന്ന് വെച്ചാൽ കൊളോണിയലിസത്തിലോട്ട് പോവുകയാണ്. അതായത് ഈ പിന്നെ നേറ്റീവ് അമേരിക്കൻസും അതായത് ഇൻഡിജിനിയസ് പീപ്പിളും അതുപോലെ തന്നെ ഈ സെറ്റിലേഴ്സും തമ്മിലുള്ള, അതായത് അവിടെ വന്ന് താമസിക്കാൻ വന്ന ആളുകൾ, പുതിയതായിട്ട് വന്ന ആളുകളും സെറ്റിലേഴ്സും ഇൻഡിജിനിയസ് പീപ്പിളും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച്, ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ നേറ്റീവ് അമേരിക്കൻസിനെ, അവരുടെ ലാൻഡിനെ അല്ലെങ്കിൽ അവരെ ഈ പുതിയതായിട്ട് വെളിയിൽ നിന്ന് വന്ന ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ സെറ്റിലേഴ്സ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇവരുടെ ലാൻഡിനെ, ഇവരുടെ സ്ത്രീകളെയൊക്കെ ഇവർ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയുവാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വന്നു. പിന്നെ ഒരു മെറ്റഫർ പറയുന്നുണ്ട് സ്റ്റാൻസ 4 അതായത് ഒരു കയോട്ടി ഹൗൾ ചെയ്യുന്നതായിട്ട്. കയോട്ടി ഹൗൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന സെറ്റിലേഴ്സിനെ കൂവുകയാണെന്ന് പറയുവാണ്. പിന്നെ സ്റ്റാൻസ 5 പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർലി കയോട്ടി, ഒരു സറ്റേറിക്കൽ, അതായത് കയോട്ടിയുടെ ഇമേജ് വെച്ചിട്ട് തന്നെ ചാർലി കയോട്ടി എന്നും പറഞ്ഞൊരു സറ്റേറിക്കലായിട്ടൊരു പൊളിറ്റീഷ്യനെ കളിയാക്കുവാണ്. അതായത് ഒരു ഒരു പേര് കൊടുത്ത് ചാർലി കയോട്ടി, അയാളൊരു പൊളിറ്റീഷ്യനാണ്, അയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഭയങ്കര ഗ്രീഡും അയാൾ ഭയങ്കര കറപ്റ്റഡുമാണ്. അപ്പോൾ ഒരു സെൽഫിഷ് ലീഡർഷിപ്പിനെയാണ് ഇവിടെ ചാർലി കയോട്ടി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് ശരിക്കും പറഞ്ഞ സ്ത്രീകളോടും പൈസയോടും ഒക്കെ ഭയങ്കര ആക്രാന്തമാണുള്ളത്. അപ്പോൾ ഇയാളുടെ ഒരു അംബീഷനെ കുറിച്ച്, ഭയങ്കര ഗ്രീഡിനെ കുറിച്ചും അംബീഷനെ കുറിച്ചുമാണ് സ്റ്റാൻസ 5 പറയുന്നത്. സ്റ്റാൻസ 6 എന്ന് പറയുന്നത് എന്താണ്? അതും പൊളിറ്റിക്കൽ ബ്രൈബറിയെ കുറിച്ചാണ് പറയുന്നത്. കറപ്ഷനെ കുറിച്ചും ഈ കൈക്കൂലി വാങ്ങിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുവാണ്. പക്ഷേ ഈ നേറ്റീവ് അമേരിക്കൻസ് അവർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാതെ, ഇങ്ങനെയുള്ള ആളുകൾക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാതെ അവരെ മൈൻഡ് ചെയ്യാതാണ് അവർ ജീവിക്കുന്നത്. സോ അവരുടെ ആ ഒരു ക്ലവർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് 6 പറയുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെയൊക്കെ അടുത്ത് വരാറുണ്ട്. ഈ നേറ്റീവ് അമേരിക്കൻസ് ട്രൈബൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്ക് വലിയ ബോധമൊന്നുമില്ല, വെളിയിലുള്ള ആളുകളെ കുറിച്ചൊന്നും അറിവില്ല എന്നാണ് ഇവരുടെയൊക്കെ വിചാരം, പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ വിചാരം. പക്ഷേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെക്കാട്ടിലും നല്ല ക്ലവറാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഒരിക്കലും അവർ ചതിക്കപ്പെട്ടു കൊടുക്കാൻ നിന്ന് കൊടുക്കുന്നില്ല. അവരും ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. ദെൻ സ്റ്റാൻസ 7 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രൈബിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. അതായത് കോർപ്പറേറ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ്. ഈ കോർപ്പറേറ്റ് കമ്പനീസ് വന്ന് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അവരുടെ ആ ഒരു റെസിസ്റ്റൻസ്, ഇവരെങ്ങനെയാണ് അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുമാണ് സ്റ്റാൻസ 7 പറയുന്നത്. അതായത് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇതിനെയൊക്കെ ഡിഫൈ ചെയ്ത് നിൽക്കുന്നത്, ഈ പവർഫുൾ ആയിട്ട് വരുന്ന ഔട്ട്സൈഡേഴ്സിനെയൊക്കെ ഇവരെങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ പേഷ്യൻസിനെ കുറിച്ചും കൾച്ചറൽ ആയിട്ടുള്ള എൻഡ്യൂറൻസിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. സ്റ്റാൻസ 8 എന്ന് പറയുന്നത് ഒരു കോമിക്കൽ സ്റ്റോറി ഓഫ് കയോട്ടിയെ കുറിച്ചാണ്. കയോട്ടിയുടെ കസിൻസും കൂടി ഒരു ഫൂളിഷ്നെസ് കാരണം അവർ ഫെയിലായ ഒരു കഥയാണ്, ഒരു കോമിക്കൽ സ്റ്റോറിയാണ് സ്റ്റാൻസ 8 പറയുന്നത്. അതായത് അവർ ഈ ആവശ്യമില്ലാതെ എടുക്കുന്ന ഈ വളരെ റിഡിക്കുലസ് ആയിട്ടുള്ള റിസ്കി ആക്ടിവിറ്റീസിനെ കുറിച്ച് അത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. എന്നാലും പക്ഷേ കയോട്ടി എസ്കേപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റാൻസ 9 എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റാൻസ. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കയോട്ടി ഈ കയോട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുവാണ്. അതായത് ഈ നോൺ നേറ്റീവ് ആയിട്ടുള്ള, അതായത് ഇയാൾ വെളിയിൽ, ഈ കയോട്ടി എന്നുള്ള ക്യാരക്ടർ ട്രിക്സ്റ്റർ ഫിഗറാണ്. അപ്പം ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ അയാൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും വെളിയിലുള്ള ആളുകൾക്ക്, സെറ്റിലേഴ്സിന് അല്ലെങ്കിൽ നോൺ നേറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇയാൾ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ഇയാൾക്കുള്ളത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ലൈനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഇൻഡിജിനിയസ് പീപ്പിളിൻ്റെ ഐഡൻറ്റിറ്റിയും അവരുടെ റെസിസ്റ്റൻസിനെയും അവരെങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഇവരുടെ കൾച്ചറും ട്രഡീഷൻസും ഈ മിത്തുകളും എല്ലാം എപ്പോഴും പ്രിസർവ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് അവർ ആ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. ഇനി കുറച്ചും കൂടി നമുക്ക് നോക്കാം. ലൈൻസ് 1 to 4 നോക്കാം. അപ്പോൾ അതിനകത്ത് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് സൈമൺ ഓർട്ടിസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ സൈമൺ ഓർട്ടിസ്, ജൂലൈ 1973 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതൊരു ഫെല്ലോ നേറ്റീവ് അമേരിക്കൻ റൈറ്ററാണ്. നമ്മുടെ ഈ മാർമൺ സിൽക്കിൻ്റെ കണക്ക്, ലെസ്ലി മാർമൺ സിൽക്കിൻ്റെ കണക്കുള്ള സിൽക്കോയുടെ കണക്ക്. സോ സൈമൺ ഓർട്ടിസിന് വേണ്ടിയാണ് ഈ പോം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ നേറ്റീവ് അമേരിക്കൻ റൈറ്ററും പോയറ്റുമാണ്. സെറ്റിംഗ് വിന്റർ നൈറ്റിലാണ്. ഒരു സ്റ്റൗവിൻ്റെ ഇമേജ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുവാണ്. അത് നേറ്റീവ് അമേരിക്കൻ ഓറൽ ട്രഡീഷൻ്റെ ഒരു ഹോൾമാർക്ക് തന്നെയാണ്. പിന്നെ
ഇതിനകത്ത് സ്പാനഡ എന്ന് പറയുന്ന ഒരു വൈനിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഇവരുടെ മാത്രം എന്താ പറയുക ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അത് വളരെ ചീപ്പാണ്, മാസ് പ്രൊഡ്യൂസ്ഡ് വൈനാണ്. ദെൻ പിന്നെ ലൈൻസ് 5 to 9 എന്ന് പറയുന്നത് ഒരു ഹ്യൂമറസ് സ്റ്റൈലാണ് പറയുന്നത്. KOT ഒരു അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ നല്ല കോട്ട് പോയിട്ട് അയാൾക്കൊരു ചീത്ത കീറിയ ഒരു കോട്ട് എങ്ങനെ കിട്ടിയെന്നുള്ളതും പിന്നെന്താണ് KOT ബാക്കിയുള്ള എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നും പിന്നെന്താണ് അയാൾ എന്താ പറയുക ഈ ഓഫൺ ഭയങ്കര മെസ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടും. അതായത് ഭയങ്കര അലമ്പാക്കുന്നൊരു ടൈപ്പാണ് ഈ KOT. അയാളുടെ ആക്ഷൻസും അങ്ങനെ തന്നെയാണെന്നും ബാക്കിയുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇയാൾ ജീവിക്കുന്നതെന്ന്. ലൈൻസ് 10 to 12. ഇനി ലൈൻസ് 10 to 12 KOTയുടെ ഒറിജിനൽ അല്ലെങ്കിൽ ആ കോട്ടെന്ന് പറയുന്നത് എന്താണ്, അയാളുടെ പണ്ടത്തെ ഒരു ഗാംഭീര്യത്തിനെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് അയാൾക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? സോ ഈ കോട്ട് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഈ ട്രിക്സ്റ്റർ ഫിഗറിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഹാപ്പൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക ബിക്കോസ് ഓഫ് ഹിസ് കെയർലെസ് ആറ്റിറ്റ്യൂഡ് കേട്ടോ. ലൈൻസ് 13 to 15 നോക്കിക്കോ. അതായത് കുറച്ച് ലൊക്കേഷൻസിൻ്റെ കാര്യം പറയാം. ലഗ്യൂണ, പിന്നെ ചിൻലെ, പിന്നെന്താണ് ലുക്ക ചുക്ക, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഈ ട്രൈബൽ പീപ്പിൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ലൊക്കേഷൻസ് ആണ് കേട്ടോ. അത് കൾച്ചറൽ ആൻഡ് ജോഗ്രഫിക്കൽ മെയിൻ ആയിട്ടുള്ള സെൻറ്റേഴ്സാണ് ഇവരുടെ. അപ്പം പിന്നെ ഈ എന്താ പറയുക KOTയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണ്. ഇയാളുടെ ഇൻ്റലിജൻസ്, അതായത് ഈ വക സ്ഥലങ്ങളിലെല്ലാം ഇയാളുടെ സ്റ്റോറീസ് വളരെ പോപ്പുലറാണ്. ഇയാളുടെ മിസ്റ്റീഫുകൾ ഈ വക സ്ഥലങ്ങളിലെല്ലാം വളരെ പോപ്പുലറാണ്. അത് മാത്രമല്ല ഇയാളുടെ ഈ ഇൻ്റലിജൻസ് ശരിക്കും പറഞ്ഞാൽ ഓവർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള നേച്ചർ കുറച്ച് ചില സമയങ്ങളിൽ ഇയാൾക്ക് തന്നെ വിനയായിട്ട് തിരിച്ചടിക്കാറുണ്ടെന്ന് അല്ലെങ്കിൽ ട്രബിൾസം ആകുന്നുണ്ടെന്ന് പറയുന്നു. ലൈൻ 16 to 23 KOTയുടെ ഒരു കണ്ണിങ് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്നോ സ്റ്റോം എൻഡ്യൂർ ചെയ്ത് നിൽക്കുന്നതിന് പകരം ഇയാൾ എന്താണ് ചതിയിലൂടെ ജയിച്ചു ഒരു കോൺടെസ്റ്റിൽ. അപ്പോൾ അത് ഇയാൾ വളരെ മാനിപ്പുലേറ്റീവ് ആണെന്നും ഓപ്പർച്യൂണിസ്റ്റിക് ആണെന്നും പറയുവാണ്. അപ്പം ഈ ഒരു KOT ഫിഗറിനെ വെച്ചിട്ടാണ് പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലൈൻസ് 24 to 26 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്ലോറിൽ നിന്ന് ഹിസ്റ്ററിയിലോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേറ്റീവ് ലാൻഡ്സിനെയും സ്ത്രീകളെയും ഒക്കെ ഈ സെറ്റിലേഴ്സ് വന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതാണ് ഇതിനകത്ത് പറയുന്നത്. 27 to 31 മറ്റേ ചാർലി കൊയോട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു സറ്റേറിക്കൽ പോർട്രയിലാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ കുറിച്ച് പറയുവാണ്. അതായത് എങ്ങനെയാണ് ഭയങ്കരമായിട്ട് സെൽഫിഷ് ആവുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, വളരെയധികം ലീഡേഴ്സ് റിഡിക്കുലസ് ആയിട്ട് എന്താ പറയുക റൂൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുവാണ്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണെങ്കിലും പൈസയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും വളരെ ഗ്രീഡി ആയിട്ടുള്ള ആളുകളാണ് പൊളിറ്റിക്സിലുള്ളതെന്ന് പറയുവാണ്. അവരെല്ലാം അൺഫിറ്റ് ആണ് ലീഡർഷിപ്പിനാണെന്ന്. ഞാൻ ലൈൻസ് 32 to 39 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ ആളുകൾ എന്താണ് ഈ ഇവരെ അതായത് ഈ നമ്മുടെ നേറ്റീവ് അമേരിക്കൻ പീപ്പിൾ പക്ഷേ ഇങ്ങനെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ വന്നാലും പൊളിറ്റിക്കൽ പ്രാക്ടീസസ് ഒക്കെ എത്രയുണ്ടെങ്കിലും ഇവർ ക്ലവർ ആയിട്ട് ഇതിനെല്ലാം റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിന് വേണ്ടിയൊന്നും ഇവർ വോട്ട് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും, ഫുഡൊക്കെ കഴിച്ച് ഈ സിസ്റ്റത്തിനെ എന്ത് ചെയ്യും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും അവർ സപ്പോർട്ട് ചെയ്യാതെ എൻകറേജ് ചെയ്യാതാണ് ഇവർ ജീവിക്കുന്നത്. സോ അവർക്ക് ആ ഒരു വകതിരിവുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്, നമ്മുടെ ഈ റൈറ്റർ പറയുന്നത്. ലൈൻസ് 40 to 46 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ കോർപ്പറേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ അവിടെ ഈ സെറ്റിലേഴ്സിൻ്റെ രൂപത്തിൽ, അതായത് ഈ കോർപ്പറേറ്റ് കമ്പനീസ് വന്ന് ഇവരുടെ ലാൻഡൊക്കെ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇവരെന്ത് ചെയ്തു, വൈസ് പ്രസിഡന്റിനെയും ബാക്കിയുള്ള ലീഡേഴ്സിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ ഇവർ മനഃപൂർവ്വം വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇവരെയൊക്കെ എന്താണ് മറ്റേ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഡിസ്മിസ് ചെയ്തു. അതായത് ഈ ആളുകൾ നേറ്റീവ് അമേരിക്കൻസ് ഇവർക്കെതിരെ സ്ട്രൈക്കൊക്കെ വിളിച്ച് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഈ ലഗ്യൂണ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നേറ്റീവ് അമേരിക്കൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഏജൻസി അല്ലെങ്കിൽ അവരുടെ പവർ അവിടെ അസേർട്ട് ചെയ്യുവാണ്. അവരുടെ പവർ എന്തൊക്കെയാണ്, പേഷ്യൻസും ഉണ്ട്, അവർക്ക് റെസിസ്റ്റൻസും ഉണ്ട്, ക്ഷമയും ഉണ്ട്, അവർ എന്താണ് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. ലൈൻസ് 47 to 53 പറയുന്നതെന്ന് വെച്ചാൽ ഒരു KOTയുടെ ക്യാരക്ടറിലെ ഒരു ഫൂളിഷ് സൈഡിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഹ്യൂമറസ്റ്റ് സ്റ്റോറിയാണ്. അപ്പം KOT ചെയിനെ കുറിച്ച് പറയുവാണ്. ആ KOT ചെയിൻ കൊളാപ്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാർട്ടിൻ്റെ രൂപത്തിൽ, അതായത് ഒരു ഫാർട്ട് വന്ന് ഈ KOT ചെയിൻ ഇങ്ങനെ കൊളാപ്സ് ആവുകയാണെന്നാണ് പറയുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കാം എന്ന് പറയുവാണ്. അതായത് ഇങ്ങനെ KOTയെ പോലുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഫൂളിഷുമാണ്, ഇൻ്റലിജൻറ്റുമാണ്. പക്ഷേ അവരുടെ ആ ഒരു അനാവശ്യമായിട്ടുള്ള ആ ഒരു കണ്ണിങ് നേച്ചർ കാരണം ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഇവരെ പോലുള്ള ആളുകളുടെ ലൈഫിൽ അത് ഭയങ്കര ഇമ്പാക്റ്റാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു.
പറയുവാണ്. ദെൻ ലൈൻസ് 54 to 59 എന്താണ് KOT എന്ന് പറയുന്നത് നോൺ നേറ്റീവ് വേൾഡിൽ തന്നെ ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രോയിങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകൾ ഭയങ്കര ബാക്കിയുള്ളവർക്ക് ഒരു കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് പോലെയാണ്. ദെൻ ലൈൻ 60 to 61 എന്താണ് പറയുന്നത്, ഒരു ക്രിപ്റ്റിക് ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു കുറച്ചൊരു പിന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ലൈൻ 60 to 61, ലാസ്റ്റ് 2 ലൈൻ എന്ന് പറയുന്നത് ക്ലോസിങ് ലൈൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ നേറ്റീവ് ട്രഡീഷനെ കുറിച്ചും അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ചും അവർ ഇത്രയും കാലം ഫൈറ്റ് ചെയ്തതിൻ്റെ അതിനെയൊക്കെയാണ്, അവരുടെ ആ ഒരു സഹിഷ്ണുതയെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അവരുടെ ആ ഒരു സ്റ്റോറീസും അവരുടെ ആ സ്റ്റോറീസിൻ്റെ ടൈംലെസ് റെലവൻസും ആ ഇൻഡിജീനിയസ് ഐഡൻറ്റിറ്റിയും കൾച്ചറും പ്രിസർവ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷനെ കുറിച്ചുമാണ് ഈ ലാസ്റ്റ് 2 ലൈൻസ്. അതായത് 300 to 400 years ആയിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് എന്ന് സൈമണിൻ്റെ അടുത്ത്, അതായത് മറ്റേ ഫെല്ലോ നേറ്റീവ് അമേരിക്കൻ പോയിറ്റിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആര് നിർത്തുന്നത്, നമ്മുടെ ലെസ്ലി മാർമൺ സിൽക്കോ നിർത്തുന്നത്. ഓക്കെ.